കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ തത്സമയം റിപ്പോർട്ടിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു വാർത്തയുണ്ട്. അതായത് ഗതാഗത നിയമം ലംഘിച്ചെത്തിയ ബൈക്കുകാരനെ പോലീസുകാരൻ കൈ കാണിച്ചു നിർത്തുന്നു. ഈ ബൈക്കുകാരൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പോലീസുകാരന്റെ വിരലിൽ കടിച്ചു പരിക്കേൽപ്പിക്കുന്നു. വീണ്ടും അത്തരത്തിൽ ബംഗളൂരുവിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു വാർത്ത വരികയാണ്. കാറിൽ ചെളിവെള്ളം തെറിപ്പിച്ചതിന് വിരൽ കടിച്ചു മുറിച്ചിരിക്കുകയാണ്. നമുക്കിപ്പം കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നേരത്തെ നടന്ന അതേ സംഭവം തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ് ഈ വിരൽ കടിച്ചു മുറിക്കുന്നതിലൊക്കെ കാര്യങ്ങൾ എത്തിയത്? ശ്രീധരൻ. ജയലക്ഷ്മി, ബാംഗ്ലൂർ നഗരത്തിൽ പലപ്പോഴും ഈ റോഡിലെ തർക്കങ്ങൾ ഇങ്ങനെ ശാരീരിക ആക്രമണങ്ങളിലേക്കൊക്കെ പോകുന്നത് പതിവാണ്. അതിന്റെ ഉദാഹരണമാണ് നേരത്തെ ജയലക്ഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ച പോലീസുകാരന്റെ വാഹന ചെക്കിംഗ് നടത്തുന്ന പരിശോധന നടത്തുന്ന പോലീസുകാരന്റെ വിരൽ കടിച്ചു മുറിച്ച സംഭവം. ഏതായാലും അതിന് സമാനമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ലുലു മാളിന് സമീപത്ത് അതിന്റെ അണ്ടർപാസ് ഉണ്ട്, അവിടെ ഒരു സിഗ്നലും ഉണ്ട്, ആ സിഗ്നലിൽ വെച്ച് നടന്നത്. ഏതായാലും ഇതിൽ പരിക്കേറ്റയാളുടെ പേര് ജഗന്നാഥ് ശേഖർ എന്നാണ്. അദ്ദേഹം ഭാര്യയും അമ്മയും ഒത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി വരികയായിരുന്നു. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം സിഗ്നലോ പച്ച ലൈറ്റ് കത്തിയപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളം തൊട്ടടുത്ത് ഉണ്ടായിരുന്ന കാറിലേക്ക് തെറിച്ചു. ഏതായാലും ഇത് ആ കാറിലുണ്ടായിരുന്ന ആൾക്ക് അത്ര രസിച്ചില്ല. അദ്ദേഹം ഈ ശേഖറിനെ ഫോളോ ചെയ്ത് വണ്ടി കുറുകെയിട്ട് വലിച്ചിറക്കി അദ്ദേഹത്തുമായിട്ട് വലിയ വാക്തർക്കവും അസഭ്യം പറയലൊക്കെയായി. തുടർന്ന് അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തെ കാറിൽ നിന്ന് വലിച്ചിറക്കി കൈവിരലിൽ കടിക്കുക എന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും 2 ലക്ഷം ഉറുപ്പിയോളം ചെലവിട്ടുകൊണ്ട് ചികിത്സ, അല്ലെങ്കിൽ കൈനത്രയും ഗുരുതരമായിട്ട് ആഴത്തിൽ മുറിവൊക്കെ പറ്റിയൊരു ചെറിയ ശസ്ത്രക്രിയയൊക്കെ നടത്തേണ്ടി വന്നു. ഏതായാലും ഇതിന് പിന്നാലെ ഈ ശേഖറിന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയും പോലീസ് FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് പറയുന്ന ഒരു കാര്യം, 2 വശത്തു നിന്നും മർദ്ദനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ പോകൂ എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഉള്ള ഒരു ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കി വിടാവുന്ന കാര്യങ്ങൾ, അതാണ് ഇങ്ങനെ വലിയ ശാരീരിക ആക്രമണങ്ങളിലേക്കും മറ്റും പോകുന്നത്. ഇതൊരു നിരന്തര കാഴ്ചയായിട്ട് ബാംഗ്ലൂരിൽ മാറുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ശരി ശ്രീധരൻ, എന്തായാലും റോഡിലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുക പതിവാണ്. പക്ഷെ ഇങ്ങനെ വിരലൊക്കെ കടിച്ചു മുറിക്കുക എന്നതൊക്കെ കുറച്ച് കടുപ്പമാണ്. ഇപ്പൊ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതൊട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. തർക്കങ്ങളൊക്കെ ഒരു വശത്ത് നടക്കട്ടെ, പക്ഷെ ഇത്തരം അക്രമങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.